ഹലോ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട വൈദികരായിരിക്കും എല്ലാ ജനങ്ങളെയും സഹായിക്കുന്നത് എന്ന്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഒരു കുടുംബ യൂണിറ്റിൽ ഒരു വൈദികനെ ദത്തെടുക്കുക. അപ്പോൾ അവരാദ്യം ചെയ്യേണ്ടത് രൂപതയിലെ വൈദികരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നിന്നും ഒരു വൈദികനെ ദത്തെടുക്കുക. ആ വൈദികനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ കുർബാനയിലും ജപമാലയിലും മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം ഈ വൈദികനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു 3-4 മാസം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബയൂണിറ്റിന് അടുത്ത വൈദികനെ തിരഞ്ഞെടുക്കാം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കുടുംബ യൂണിറ്റുകൾക്കും മറ്റ് സമിതികൾക്കും മറ്റുള്ള പല ഗ്രൂപ്പുകൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് വ്യക്തിപരമായും ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഒരു വൈദികനെ ദത്തെടുക്കുക. ദത്തെടുത്തിട്ട് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എല്ലാ വൈദികർക്കും പ്രാർത്ഥന ആവശ്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. ഒരു കുടുംബ യൂണിറ്റിന് ഒരു വൈദികനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? എന്താണ്? ആ വൈദിക വൃത്തി ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും ആ വൈദികനെ പറ്റി ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുവാൻ ഇടയായാൽ പോലും ആ കുടുംബ യൂണിറ്റുകാരുടെ പ്രത്യേകത എന്താണ്? അവർ ആത്മാർത്ഥമായ വൈദികനെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ വൈദികന് എല്ലാ വിധത്തിലുള്ള രക്ഷയും ആ വൈദികന് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകാൻ വേണ്ടി ആ കുടുംബ യൂണിറ്റ് പ്രാർത്ഥിക്കുന്നു. വളരെ അങ്ങനെയുള്ള ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനകൾ വൈദികർക്ക് ആവശ്യമുള്ള ഒരു സമയമാണിത്. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, ഹല്ലേലൂയ.